പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾ അനസ്തറ്റിസ്റ്റിന്റെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ. ഒന്ന്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പെയിൻ റിലീഫിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. നോർമൽ ഡെലിവറി ആണെങ്കിൽ പെയിൻ കുറക്കാൻ വേണ്ടി ഒന്നുകിൽ എപ്പിഡ്യൂറൽ അല്ലെങ്കിൽ പെയിൻലെസ് ഡെലിവറി പറ്റുമോ എന്നും, ഇനി അതല്ല എമർജൻസി സിസേറിയൻ ആണെങ്കിൽ തന്നെ ഏത് അനസ്തേഷ്യ മെത്തേഡ് ആണ് ഒരാൾക്ക് ആപ്റ്റ് എന്നുള്ളത്. പ്രത്യേകിച്ച് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആവാനും അതിന്റെ ഒക്കെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാനും പറ്റും. രണ്ടാമത്തത് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി. ഒരു സർജറിക്ക് മുന്നേ പ്രീ അനസ്തറ്റിക് ചെക്കപ്പ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അനസ്തറ്റിസ്റ്റിനടുത്ത് നമ്മുടെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, അതേപോലെ തന്നെ സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടോ, ഡയബറ്റിസ് ഉണ്ടോ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ, തൈറോയിഡിന് അസുഖങ്ങളുണ്ടോ, അലർജികളുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് അനസ്തറ്റിസ്റ്റിനടുത്ത് നമ്മൾ കൺവേ ചെയ്യണം. കാരണം ഒരു അനസ്തേഷ്യ പ്ലാൻ ഉണ്ടാക്കുന്നതിൽ ഇതിന് ഭയങ്കര സിഗ്നിഫിക്കൻസ് ഉണ്ട്. മാത്രമല്ല ഇതിന് മുന്നേ വേറെ എന്തെങ്കിലും സർജറികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സർജറിയിൽ എന്ത് ടൈപ്പ് ഓഫ് അനസ്തേഷ്യയാണ് യൂസ് ചെയ്തത് എന്നുള്ളതും അനസ്തറ്റിസ്റ്റിന്റെ അടുത്ത് നമ്മൾ കൺവേ ചെയ്യണം. മൂന്നാമത് ഡെലിവറി പ്ലാനും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വേരിയസ് സിനാരിയോസും. ഈ ഡെലിവറി ഒരിക്കലും നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും അതുപോലെ നടക്കണമെന്നില്ല. അൺഎക്സ്പെക്ടഡ്ലി ആയിരിക്കും ചിലപ്പോൾ മദറിനോ അല്ലെങ്കിൽ കുട്ടിക്കോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ ഇമ്മീഡിയറ്റ്ലി സിസേറിയൻ ചെയ്യേണ്ടി വരാം. അപ്പോൾ ഇങ്ങനെ സിസേറിനൊക്കെ ചെയ്യേണ്ടി വരുന്ന സമയത്ത് പല പ്രൊസീജിയേഴ്സും നമുക്ക് ഫോളോ ചെയ്യേണ്ടി വരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏതൊരു സർജറിക്ക് മുന്നേ ഒരു പേഷ്യന്റിന് 6 to 8 hours അവർക്ക് ഭക്ഷണമോ വെള്ളമൊന്നും കൊടുക്കില്ല, NPO പീരീഡ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു സേഫ് അനസ്തേഷ്യ പ്രാക്ടീസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നാലാമത്തത് ഒരു പോസ്റ്റ് അനസ്തേഷ്യ റിക്കവറി ടൈം, അതായത് അനസ്തേഷ്യ കഴിഞ്ഞ് നമ്മൾ എപ്പോഴാണ് ബാക്ക് ടു നോർമൽ ആവുക എന്നുള്ളത് ഏറ്റവും അധികം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഒരു ജനറൽ അനസ്തേഷ്യ ആണെങ്കിൽ ഒരുപാട് മരുന്നുകൾ യൂസ് ചെയ്യും. അപ്പോൾ എത്ര സമയം കഴിഞ്ഞാലാണ് ബോധാവസ്ഥ തിരിച്ചു വരിക എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു എപ്പിഡ്യൂറൽ അനസ്തേഷ്യ ആണെങ്കിൽ എപ്പിഡ്യൂറൽ എപ്പോൾ റിമൂവ് ചെയ്യണം എന്നുള്ളതും, ഈ പെയിൻലെസ് പീരീഡ് എത്ര ടൈമാണ് ഉണ്ടാവുക എന്നുള്ളതും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഡെലിവറി പ്ലാനിങ്ങിന് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇനി ഇതിന്റെ ഒപ്പം ഒരു ആഡ് ഓൺ ടിപ്പ് ഉള്ളത് അനസ്തേഷ്യ കഴിഞ്ഞതിന് ശേഷം ബ്രസ്റ്റ് ഫീഡിങ് എപ്പോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ പേഷ്യൻസിനെയും ഓപ്പറേഷൻ കഴിഞ്ഞാൽ അവരെ സർജിക്കൽ ICU വെച്ചിട്ട് നമ്മൾ ഡോക്ടേഴ്സ് മീറ്റ് ചെയ്യും. അപ്പോൾ ഈ മീറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മദർ എത്രമാത്രം എവേക്ക് ആണ്, അവെയർ ആണ്, അവർക്ക് ഇൻഫാക്ട് സേഫ് ആയിട്ട് കുട്ടിയെ കയ്യിൽ എപ്പോഴാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ആ ഒരു പോയിന്റിൽ ബ്രസ്റ്റ് ഫീഡിങ് നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും.